യെസ്, അങ്ങനെ വീണ്ടും CPIM ചതിച്ചിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ NEP-യിൽ ഒപ്പുവെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാൽ നടഞ്ഞ എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ കേന്ദ്ര പദ്ധതികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് തരുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ടി വരും, നിങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ടി വരും, സ്കൂളുകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ടി വരും, അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നാണ്. ഇതൊക്കെ കള്ളമാണെന്നാണ്. ഇപ്പോൾ സ്വയം ഇതിൽ ഒപ്പിട്ടതിനെ ന്യായീകരിക്കാൻ വേണ്ടി സത്യം പറയുകയാണോ? ഞാൻ കേരള ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും നയം വ്യക്തമാക്കി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി. PM ശ്രീ നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഹാക്കന്മാരൊക്കെ കൈയടിച്ചു. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമന്ത്രിയുടെ പടം വെക്കേണ്ടതില്ല. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് PM എന്ന് മാത്രമാണ്, ആരുടെയും പേരല്ല. അതിന്റെ പേരിൽ ഒരു പദ്ധതി വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള വിവേകം ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്നറിയില്ല, നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. നമുക്കത് PM ചേർത്ത് കണ്ടുകൊണ്ടുവരേണ്ട തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട, തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്? പക്ഷെ അദ്ദേഹം ഇത് PM എന്ന് കേൾക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കേണ്ടി വരും എന്ന് വിചാരിക്കുകയോ ചെയ്ത് കാണും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയല്ലാതെ അവർക്ക് ബോധ്യം. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്ത് ചേഞ്ച് അത്? അങ്ങനെ പടം വെക്കണം എന്നുള്ള നിബന്ധനയില്ല. ഇനിയിപ്പോ പടം വച്ചാൽ തന്നെ ഇദ്ദേഹത്തിന്റെ പടം വച്ചില്ല, PM പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? ഇപ്പൊ PM ശ്രീന്നോ PM സ്ത്രീന്നോ എന്തെഴുതി വെച്ചാൽ എന്ത് വ്യത്യാസം വരുന്നത്? ഈ തേങ്ങ അത്ര അരച്ചാൽ എന്താ താളല്ലേ കറിയെന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ വാദ്യന്മാരും വാദ്യായനിമാരും ഉള്ള പഠിപ്പിക്കുന്നത് സിലബസും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നു. ഇനി കുറ്റമല്ല, എന്റെ പടലേക്ക് കെട്ടിവെച്ചു. അപ്പൊ ഇവര് പഠിപ്പിക്കുന്നു. ഇപ്പൊ അതിന് PM ശ്രീ എന്ന് പേരിടുന്നു. ഇനി CM ശ്രീ എന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്താ തെറ്റുള്ളത്? പുള്ളിയുടെ പടം വരച്ചു വെക്കട്ടെ. അത്രയും വേണോ? പടം വരച്ചു വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ദോഷമുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈ ആളുകളെ കാണുമ്പോൾ ഇന്ന ആളാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഈ മഹാത്മാഗാന്ധി മാത്രമല്ല എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുള്ളൂ, കാരണം പുള്ളിയുടെ പടം നോട്ടിന്മേലുണ്ട് എന്നുള്ള കാരണത്താൽ. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? ഇതൊക്കെ കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റമുണ്ട്. ശിവൻകുട്ടിക്കും ഇത് ബോധ്യമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? അദ്ദേഹം പറഞ്ഞല്ലോ, കാൽപ്പാന്ത കാലം വരെ നമുക്ക് ലോകാവസാനം വരെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? 3 കൊല്ലത്തെ ഫണ്ട് പോയി. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് അരിയും പയറും കണ്ടുപിടിക്കാനും മാർഗമില്ലാതെ പല ഹെഡ് മാസ്റ്റർമാരും എനിക്ക് ഹെഡ് മാസ്റ്റർ സ്ഥാനം വേണ്ടേ എന്ന് എഴുതി കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിന്നെ കൊണ്ട് കെട്ടിയെടുത്ത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത് ഹെഡ് മാസ്റ്ററുടെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് മാറും. ഖജനാവിൽ നിന്ന് പൈസ കിട്ടുകയില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. മോശം, വളരെ മോശം. ഈ ഫണ്ട് കൂടെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്താലാണ് ഈ ശമ്പളം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിവകുട്ടി മാറി ചിന്തിക്കുന്നതിൽ അതില് താത്വികമായിട്ട് ദാർശനികമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് ചില സൗകര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം ആ കാര്യം തുറന്നു പറയണം. ഇപ്പോഴും തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല. ഇത് ഇവിടെ പറഞ്ഞാൽ പോരാ, ഇടതുമുന്നണിയിൽ പറഞ്ഞു, മന്ത്രിസഭയിൽ പറഞ്ഞു, അപ്പുറം ഇപ്പുറം മന്ത്രിമാരെ ബോധ്യപ്പെടുത്തും. അത് ചെയ്ത പ്രശ്നം ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഇത് തന്നെ മറ്റു പാർട്ടികളും ഭരണത്തിലിരിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കാലോചിതമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ കഴിയണം. അതാണ് ഗോവിന്ദൻ മാഷിന്റെ അല്ലെങ്കിൽ P രാജീവനൊക്കെ ഉള്ളൊരു കഴിവ്. അതെ അതെ, എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാ ഓരോരുത്തര് ജീവിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടിക്ക് അത്ര പറ്റുകയില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. അതിന്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഞങ്ങള് PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും
പ്രൊജക്ടിന്റേതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടിയാണ്. തന്നില്ലെങ്കിലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. പാർട്ടിയുടെ നിലപാട് ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെന്റിനോട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ചു കുറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ലളിതമായിട്ട് പറഞ്ഞാലെന്താ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? മാഷ് പതിവ് പോലെ താത്വികമായിട്ടുള്ള വിശകലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി അങ്ങനെയല്ല. ശിവൻകുട്ടിയുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ മാറി എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് CPM മാറി എന്നാണല്ലോ. അല്ലാതെ ശിവൻകുട്ടി ഒറ്റയ്ക്ക് ഒരു ദിവസം മാറുകയല്ലോ. ഇവനൊരു കുട്ടിയാണ്. പക്ഷേ മാഷ് പറഞ്ഞ് ഞങ്ങൾ മാറിയിട്ടില്ല. നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി. കുട്ടി പറയുന്നത് മാറി. എന്തായാലും മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരോഗ്യ മന്ദിർ എന്ന് വെക്കില്ല എന്നുകൊണ്ട് ഇപ്പൊ വെച്ചു. കയ്യിൽ വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ എഴുതി വെക്കണം എന്നുള്ള ആഗ്രഹം കയ്യിൽ വെച്ചാൽ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നന്നായിട്ടൊക്കെ പറയും. കണ്ടന്റ് അവർക്ക് പ്രശ്നമൊന്നുമല്ല. അതേപോലെ തന്നെ കുടുംബ ആസൂത്രണം എന്നുള്ളതിന് കുടുംബക്ഷേമം എന്നാക്കണം. അപ്പൊ അത് ഇപ്പൊ മൃഗാസ്പത്രി എന്നുള്ളത് എങ്ങനെ എഴുതി വെച്ചാൽ മൃഗങ്ങൾക്കൊരു ടെൻഷനും അതിൽ ഇല്ല. അവരത് വായിക്കാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കുന്ന ബോർഡല്ല പ്രശ്നം. BJP ഭയമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭയമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കേസുകളുണ്ട്. ഇങ്ങനെ ഒരു വിഷയത്തിന്റെ അകത്ത് ഇപ്പോ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമുക്ക് പൈസ കിട്ടണ്ടേ എന്ന് പറയാണ്. ഒരു NEP പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. PM ശ്രീന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും തരുമോ കാശ്? ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോ ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. ശിവൻകുട്ടി ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്താ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ എന്നാണ്. നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന CPM-കാരോടൊക്കെ അതൊന്ന് ചോദിച്ചു വിടുന്നത് നന്നാവും. നമ്മുടെ പണി ഇച്ചിരി കുറയും. ഇവര് തന്നെ ഇവരുടെ രാഷ്ട്രീയം ചോർത്തിക്കളയുകയാണ്. ഒരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിൽ. ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ശബരിമല എന്തൊക്കെ വിഷയം പറഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് ജനം അവരെ കൺസിഡർ ചെയ്യാത്തത്. പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ ഇവരാണ് ദേശീയ തലത്തിലെ പൗരത്വ നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കില്ല, കൈവിടില്ല ഞങ്ങൾ എന്ന് പറയുന്നത്. ഏതാ പൂർണ്ണമായിട്ട് സെൻട്രൽ സബ്ജക്ട് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. ഇവിടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളുന്നിടത്ത് പണം കിട്ടിയാൽ ഇത് ചെയ്തല്ലേ ഒക്കൂ, അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുക? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അപ്പൊ അങ്ങനെ സ്വന്തം ആത്മാവിനെ ചോർത്തിക്കളഞ്ഞ ഒരു മുന്നണിയെ കുറിച്ചാണ് ആ മുന്നണിയിലെ ഘടകകക്ഷി അവര് CPI യഥാർത്ഥത്തിൽ ഇന്ന് ചെയ്തത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളൊരു വേവലാതിയാണ് അതിൽ മുഴുവൻ കണ്ടത്. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. അതെല്ലാം ആലോചിക്കേണ്ടവരുടെ എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ആരോ ഏട്ടാ CPI എന്ന് പറഞ്ഞാൽ CPIM-ന്റെ ഒപ്പം ഇന്ത്യയിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഏത് CPI എന്നാണ് MPO എന്നും ചോദിച്ചത്? ഏത് CPI ഒന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല. ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണം. എന്ത് വിധി നമ്മുടെ CPI ഞാനങ്ങ് പോയി. CPI ആണ് തീരുമാനിക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDF-ൽ തുടരണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അവരാ. എല്ലാവരും കൂടെ ശവത്തിൽ കുത്താടാ. പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് തന്നെ സങ്കടം. അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? PM ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങുന്നതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന പണത്തിന്റെ കണക്കുകൾ വെളിപ്പെടുത്തേണ്ടി വന്നു ശ്രീ വി ശിവൻകുട്ടിക്ക്. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ
അനുവദിച്ചു. കൃഷിഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണ്. ഇങ്ങനെ ശ്രീ വി ശിവൻകുട്ടി തുടർന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പോയ വഴികളൊക്കെ ചിത്രീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ റീലുകൾ ഇറക്കിയിരുന്നല്ലോ. കേരളത്തിലെ റോഡുകൾ എത്ര മനോഹരമാണെന്ന് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന്. സമാനമായ ഒരു ചിത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാനെങ്കിലും അദ്ദേഹം പലതും തുറന്നു പറഞ്ഞപ്പോഴാണ് സ്കൂളുകളിലെ സൗജന്യ യൂണിഫോം, സൗജന്യ പുസ്തക വിതരണം അടക്കമെല്ലാം കേന്ദ്ര ഫണ്ടാണെന്ന് വ്യക്തമായത്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി.